സുഭാഷിതം. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ദ സ്മോക്ക് ഓഫ് ദ ഇൻസെൻസ് ടുഗദർ വിത്ത് ദ പ്രേയേഴ്സ് ഓഫ് ഗോഡ്സ് പീപ്പിൾ വെന്റ് അപ്പ് ബിഫോർ ഗാഡ് ഫ്രം ദ ഏഞ്ചൽസ് ഹാൻഡ്. 7 മുദ്രയാൽ മുദ്രയിട്ട പുസ്തകത്തിന്റെ 6 മുദ്രകളും പൊട്ടിച്ചതായി 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനമുണ്ടായി എന്നെഴുതിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തെ 7കളുടെ പുസ്തകമെന്ന് പറയാറുണ്ട്. സൃഷ്ടിപ്പിലെ 7 ദിവസങ്ങളോടുകൂടി ആരംഭിക്കുന്ന വേദപുസ്തകം 7കളുടെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തോടുകൂടെ സമാപിക്കുന്നു. 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ നിശബ്ദത ഉണ്ടായി എന്ന് എഴുതിയിരിക്കുന്നു. ദൂതന്മാർ രാപ്പകൽ വിശ്രമം കൂടാതെയാണ് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ ഒരിക്കലും നിശബ്ദരായി തീർന്നിട്ടില്ല. 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഉണ്ടായ നിശബ്ദതയുടെ അനുഭവം ഭീകര സംഭവങ്ങൾ നടക്കാൻ പോകുന്നതിന്റെ അണിയറയിലെ ഒരുക്കത്തെ അത്രേ സൂചിപ്പിക്കുന്നതെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. തുടർന്ന് 7 ദൂതന്മാർ ദൈവസന്നിധിയിൽ നിൽക്കുന്നതായും അവർക്ക് ഓരോരുത്തർക്കും ഓരോ കാഹളം ലഭിക്കുന്നതായും യോഹന്നാൻ ദർശിക്കുന്നു. ബൈബിൾ വിവരണത്തിൽ കാഹളങ്ങൾക്ക് ഗണ്യമായ പ്രതീകാത്മക അർത്ഥമുണ്ട്. പലപ്പോഴും ദിവ്യമായ ഇടപെടൽ, ന്യായവിധി, പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ പ്രഖ്യാപനം എന്നിവയൊക്കെ പ്രതിനിധീകരിക്കുന്നു. സഭയെ കൂട്ടിവരുത്തുവാനും യുദ്ധങ്ങൾക്ക് പുറപ്പെടുവാനും പഴയ നിയമകാലത്ത് കാഹളങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ കാഹളങ്ങൾ ലഭിച്ച ദൂതന്മാർ കാഹളമൂതുവാൻ ഒരുങ്ങി നിൽക്കുന്നതിനിടയിൽ മറ്റൊരു ദൂതൻ സ്വർണധൂപ കലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് ലഭിച്ചു എന്നെഴുതിയിരിക്കുന്നു. തിരുവെഴുത്തുകളിലുടനീളം ദൈവജനം പ്രാർത്ഥിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ പ്രാർത്ഥനകൾ പലപ്പോഴും കർത്താവിലേക്ക് കയറിപ്പോകുന്ന സുഗന്ധദ്രവ്യമായി ചിത്രീകരിക്കപ്പെടുന്നു. ദൈവം മനുഷ്യന് അനുവദിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പദവികളിൽ ഒന്നാണ് പ്രാർത്ഥന. എല്ലാ കാലത്തും ദൈവം തന്റെ മക്കളുടെ പ്രാർത്ഥനയെ സ്വീകരിക്കുന്നു. ദൈവം യിരെമ്യാവിനോട് പറഞ്ഞത്, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ദാവീദിനോട് ദൈവം അരുളി ചെയ്തത് സങ്കീർത്തനം 50:15 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. യേശു കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു. യേശു കർത്താവ് തന്റെ ഐഹിക ജീവിതത്തിൽ പ്രാർത്ഥന മാതൃകയാക്കി കൊടുത്തു. ദൈവത്തിന്റെ ഇഷ്ടത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നതാണ് പ്രാർത്ഥന. ആരാധനയും സ്തുതിയും സ്തോത്രവും അനുതാപവും നന്ദി പറച്ചിലും യാചനകളും അപേക്ഷകളും എല്ലാം പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്നു. ദൈവമുമ്പാകെ ധൂപം പോലെ ഉയരുന്നതാണ് പ്രാർത്ഥന. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ നിന്നു എന്ന് വെളിപ്പാട് 5:8 കാണുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും വൃഥാവല്ല. പ്രാർത്ഥനയെ സ്വീകരിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. യുഗങ്ങളിലൂടെ ദൈവജനത്തിൽ നിന്നുള്ള അപേക്ഷ, മധ്യസ്ഥത, നന്ദി, സ്തുതി എന്നിവയുടെ പ്രാർത്ഥനകൾ അവിടുത്തെ കൃപയുടെ സിംഹാസനത്തിൽ എത്തിയിട്ടുണ്ട്. പത്രോസ് എഴുതിയിരിക്കുന്നത്, കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു.
ഈ കാലയളവിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കി അധികം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നമുക്കൊരുങ്ങാം. നാം വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. മഹോദ്രവകാലത്ത് യഹൂദ ശേഷിപ്പിലെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഭൂവാസികളുടെ മേൽ ദൈവിക ന്യായവിധി പകരപ്പെടുന്നു. 7 കാഹളങ്ങൾ 7 ദൂതന്മാർ ഒന്നിനു പുറകെ ഒന്നായി ഊതുന്നു. ആദ്യത്തെ 6 കാഹളങ്ങൾ ഊതുമ്പോൾ മോശയുടെ കാലത്ത് മിസ്രയീമ്യർക്കുണ്ടായതുപോലെയുള്ള ബാധകൾ ഭൂവാസികൾ അനുഭവിക്കേണ്ടി വരുന്നു. യേശു കർത്താവിന്റെ മധ്യാകാശ വരവിൽ എടുക്കപ്പെടാത്ത ജനങ്ങൾക്കും ഈ ന്യായവിധി അനുഭവിക്കേണ്ടി വരും. മേലാൽ സംഭവിക്കാനുള്ള ഈ കാര്യങ്ങൾ ഏറ്റവും അടുത്ത് വന്നിരിക്കയാൽ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം. ന്യായവിധിയിൽ നിന്ന് വിടുവിക്കപ്പെടാം. God bless you all with these words.